ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. ഞാൻ പാസ്റ്റർ വത്സൻ എബ്രഹാമുമായിട്ട് അടുത്തിടപെടുന്നുണ്ട്, അദ്ദേഹമായിട്ടുള്ള നല്ല ബന്ധം എനിക്കുണ്ട്. 2 കാര്യങ്ങൾ അദ്ദേഹം സ്ട്രോങ് ആയി നിൽക്കുക, പാസ്റ്റർ വത്സൻ എബ്രഹാം. 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് 22 കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ വിഷയം, കൊടുത്തിരിക്കുന്ന കേസുകൾ വിഡ്രോ ചെയ്യും. IPCയുടെ തകർച്ച ഇപ്പോൾ ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഈ സഭയെ ആവശ്യമില്ലാതെ ഛിന്ന ഭിന്നമാക്കി. ഒരു ലോക്കൽ സഭയെയും കുമ്പനാട്ടെ വിഷയങ്ങൾ ബാധിച്ചിട്ടില്ല. എന്നാൽ ഇത് ബാധിക്കാനുള്ള ആ പടിവാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. സഭയ്ക്ക് IPCയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊരു ശുഭാപ്തി വിശ്വാസമുണ്ടോ? IPCയുടെ പരിഹരിക്കപ്പെടുമെന്ന എൻ്റെ ശുഭാപ്തി വിശ്വാസം ഞാൻ വിട്ടിട്ടില്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ റോയ് വാകത്താനവുമായുള്ള സംഭാഷണം തുടരുകയാണ്. പാസ്റ്റർ റോയ് വാകത്താനം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ താമസിക്കുന്നു, കുടുംബമായിട്ട് താമസിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കൗൺസിലിൽ ചെറിയ പ്രായത്തിൽ കൗൺസിൽ വന്ന ഒരാളാണ്. അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 40 വർഷത്തോളമായി അമേരിക്കയിൽ എത്തിയിട്ട്. അതിനു മുൻപ് തന്നെ IPCയുടെ കേരള സ്റ്റേറ്റ് കൗൺസിലിൽ അംഗമായിരുന്നു. അപ്പം ആ കാലത്തെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ കാണുമല്ലോ. ഈ സഭയുടെ ഈ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, ഇതിനു മുമ്പുള്ള ജനറേഷൻ ലീഡേഴ്സിനെ അടുത്തറിഞ്ഞൊരു വ്യക്തിയാണ്. അന്ന് കൗൺസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരുമായിട്ടെല്ലാം സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. ആ കാലത്തെ അൽമായ നേതാക്കളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ശക്തന്മാരായ സഭാ നേതാക്കൾ ഒരു തലമുറയുടെ ഭാഗമായി ഇതിൻ്റെ ആരംഭ കാലഘട്ടം തൊട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ലീഡേഴ്സിനെ കണ്ടു. അവരുടെ അനുഭവങ്ങളുണ്ട്, അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവരോടൊന്നിച്ച് ഭരണനിർവഹണ സമിതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ, അവരുമായിട്ടുള്ള അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, തമാശകൾ കാണും, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, അപ്പോൾ അവർക്കൊന്ന് കേട്ടാൽ നന്നായിരിക്കും. സാംകുട്ടി, കൗൺസിലിലേക്ക് ഞാൻ വരുന്നത് സത്യത്തിൽ അതിനൊരു പ്ലാൻ ചെയ്തത് ഒന്നുമല്ല. കോട്ടയത്ത് ഇതിനെക്കുറിച്ച് ആലോചന നടന്നു. അടുത്ത ജനറൽ ഇലക്ഷൻ, കേരള സ്റ്റേറ്റിൻ്റെ ഇലക്ഷനിൽ. അതിനിടയിൽ പറയാം, അന്ന് ഈ കേരള സ്റ്റേറ്റ് ആണ് IPC മൊത്തം എല്ലാ കാര്യവും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. സത്യത്തിൽ ഈ IPC എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മലയാളിയുടെ സഭയാണ്. ആണോ? അതിന് യാതൊരു സംശയമില്ല. അപ്പം കേരളത്തിൽ 3500 ലോക്കൽ ചർച്ചുകൾ, ചിലത് ചെറു സഭകളെന്ന് പറയാൻ ഒക്കത്തില്ലായിരിക്കാം, എങ്കിൽ പോലും ഒരു 2500-ലധികം സഭകൾ, ശക്തമായി നിലനിൽക്കുന്ന സഭകളും കർത്തദാസന്മാരും ഉണ്ട്. 1000-ഓളം മറ്റു പ്രവർത്തന സ്ഥലങ്ങളുമുണ്ട്, അല്ലെങ്കിൽ വർക്കേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. ആ കേരളമാണ് സത്യത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈറ്റില്ലവും. ഇത് വളർന്നു വന്നതും ഇതിൻ്റെ ലീഡേഴ്സും എല്ലാം മലയാളികൾ തന്നെയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഈ കേരള സ്റ്റേറ്റിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സാംകുട്ടി, അന്ന് IPCയുടെ ജനറൽ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു പേരിന് വേണ്ടി ഒരു സമിതി ഉള്ളൂ. അതെ, അവർ വർഷത്തിൽ, എൻ്റെ അറിവിൽ ഒരു വർഷത്തിൽ ഒന്ന് കുമ്പനാട് സമയത്ത് ഒന്ന് കൂടും. അത് കൂടിയിട്ട് അടുത്ത കൺവെൻഷൻ നടത്താൻ കേരള സ്റ്റേറ്റിനെ ഏൽപ്പിക്കും. ഇതാണ് പ്രധാന ചുമതല. കേരള സ്റ്റേറ്റ് ആണ് കുമ്പനാട് കൺവെൻഷൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് കേരളത്തിൻ്റെ കീഴിലാണ് ബാഹ്യ കേരള സഭകൾ. ഈവൻ ഗൾഫ് രാജ്യങ്ങളിലെ സഭകൾ പോലും കേരളമാണ്. കാരണം അബുദാബി സഭ, അവിടുന്ന് അബുദാബി ആ ഭാഗങ്ങളിലൊക്കെ ചില സഭകളിൽ പ്രശ്നം ഉണ്ടായപ്പം കേരള കൗൺസിലാണ് ഇത് കൈകാര്യം ചെയ്തത്. കേരളത്തിൻ്റെ ഒഫീഷ്യൽസാണ് ആ വിഷയത്തിൽ നേരിട്ട് ആ സഭകളുമായിട്ട് ഇടപെടുന്നത്. എന്നൊക്കെ ഞാൻ ഈ കാലത്തെ കൗൺസിലിലേക്ക് കയറുന്നത് മുൻപും കോട്ടയത്ത് ഇതിനെക്കുറിച്ച് ആരൊക്കെ നിന്നാൽ ജയിക്കും എന്നൊക്കെ ഉള്ളൊരു ചുമ്മാ ആലോചന പോലെ അവിടെ കൂടി. അപ്പോൾ എൻ്റെ പേര് അവിടെ സജസ്റ്റ് ചെയ്തു. കോട്ടയത്ത് എൻ്റെ സെൻട്രൽ പാസ്റ്റർ TP വറീസാണ്, പാപ്പച്ചനദേശി ഞങ്ങൾ വിളിക്കും, സാം പീറ്ററിൻ്റെ ഫാദർ. എൻ്റെ പേര് പറഞ്ഞവരുടെ കൂട്ടത്തിൽ മോസസ് സാറ്, റോയി, ഇവരൊക്കെ നിന്നാൽ ജയിക്കും, പേരില്ലാത്തവർ പോയി കുമ്മനാട് നിന്നാൽ ജയിക്കാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു. ഉടൻ എൻ്റെ പേര് വെട്ടി. ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു, സന്നിധിയും സംഘത്തിൽ
അംഗമാകണമെങ്കിൽ 30 വയസ്സ് പ്രായം വേണം. ഓ, 30 വയസ്സ് കുറഞ്ഞവർ അവിടേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ വെട്ടി. അപ്പൊ ആ വെട്ടേറ്റു കഴിഞ്ഞു. നമുക്ക് തിരിച്ചു പറയാൻ വകുപ്പില്ല. ഇല്ല, വകുപ്പില്ല. സന്നിധി സംഘം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനില്ലല്ലോ, വകുപ്പില്ല. അപ്പം ഞാനിതിന് ശേഷം ഞാൻ ഞങ്ങളുടെ വാകത്താനം അലിയാവഴി സഭയുടെ പ്രതിനിധിയാണ്. അപ്പോൾ വോട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ കുമ്മനാട് വരുന്നത്. കുമ്മനാട്ട് വരുമ്പോൾ VM മാത്യു സാർ അന്ന് ഈ റിട്ടേണിംഗ് ഓഫീസറിലെ മെയിൻ അല്ല, ഒരു വർഗീസ് സാറാണ് അന്നത്തെ മെയിൻ, ഒരു രജിസ്ട്രാർ മറ്റേ. അപ്പോൾ VMS സാറാണ് അദ്ദേഹത്തിന് സഹായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രാജു പൂവക്കാല നിൽക്കുന്നുണ്ട്. അത് സന്നിധി സംഘത്തിന്റെ. അപ്പൊ എനിക്ക് തോന്നി രാജു ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കളയാം, എന്നാ കിട്ടും എന്നറിയാം എന്ന് വെച്ചു. ഇപ്പൊ കോട്ടയത്ത് നിന്ന് പരിഗണിക്കപ്പെട്ടവർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാനും കൊണ്ട് പേര് കൊടുത്തു. അന്ന് ഇന്നത്തെ പോലെ ഒന്നുമില്ല, ഒരു ബ്ലാക്ക് ബോർഡ്, ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ എഴുതുക മത്സരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ പേര്. അതാ കൊണ്ട് ഇപ്പൊ എൻ്റെ പേര് കുറെ കഴിഞ്ഞു കൊണ്ട് കൊടുത്തപ്പോൾ പേര് അടിയിൽ പോവും, അല്ലാതെ അക്ഷരക്രമത്തിലൊന്നും അല്ല. ബോർഡിൽ ഇങ്ങനെ എഴുതുക, എന്നുവെച്ചാൽ വരുന്ന പ്രതിനിധികൾ ഇതേ പോയി നോക്കിയിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുക. ഇതാ സംഭവം. അന്നത്തെ നമ്മുടെ കൗൺസിൽ എന്ന് പറയുന്നത് 21 പാസ്റ്റേഴ്സും 20 വിശ്വാസികളും. ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരെല്ലാം വലിയ പ്രഗത്ഭരായ പാസ്റ്റർമാരാണ്. വിശ്വാസികളോ വളരെ പ്രഗത്ഭര്, അതായത് ഹാബേൽ ജി വർഗീസ് സാറ്, TT ശമുവേൽ സാറ്, തോമസ് വടക്കേക്കുറ്റി, ഓവറ ജോസഫ് കുട്ടിച്ചായ, ഇങ്ങനെയുള്ള ആളുകൾ. പാസ്റ്റർ KC ജോണൊക്കെ അന്നത്തെ കൗൺസിൽ മെമ്പേഴ്സാണ്. ഉള്ളൂ, KM ജോസഫൊക്കെ. അപ്പോൾ ഈ കൗൺസിലിലാണ് ഇലക്ഷൻ. അപ്പം 55 പേരോ മറ്റാന്ന് എനിക്ക് തോന്നുന്നു ആ ഇലക്ഷൻ മത്സരിക്കാനുണ്ടായിരുന്നു. പൂവക്കാലയ്ക്ക് വളരെ കൂടുതൽ വോട്ട് കിട്ടി. കാരണം പൂവക്കാലയ്ക്ക് അപ്പോൾ PYPയുടെ ഒരു ഇതിൽ കൂടെയുള്ള പേര് കൂടെ ഉണ്ട്. എനിക്ക് ഗുഡ് ന്യൂസ് കൂടെയുള്ള മെയിൻ ആയിട്ടുള്ളത്. ഇനിവേ 13ാമനായിട്ട് ഞാൻ ജയിച്ചു. അങ്ങനെയാണ് കൗൺസിലിൽ കയറുന്നത്. അപ്പോൾ കൗൺസിലിൽ കയറി കഴിഞ്ഞപ്പോൾ PM ഫിലിപ്പ് സാറാണ് കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ്, പാസ്റ്റർ TS എബ്രഹാം സെക്രട്ടറി. ഇതാണ് അന്നത്തെ ഭരണസമിതി. കൗൺസിലിൽ കയറി കഴിഞ്ഞപ്പം ഇത് ഈ നമ്മുടെ മനസ്സിലിരിക്കുന്ന നിയമസഭയും ലോക്സഭയും ഒക്കെ പോലെയുള്ള ഒരു സമിതിയാണ്. ഇവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. അതുമല്ല, നമുക്ക് അത്ര പരിചയമില്ലല്ലോ. ഇപ്പം ഈ ഏരിയയിൽ ഇപ്പം ഒരു ദിവസം ഒരു സബ്ജക്റ്റ് സംസാരിക്കുക, ഇത് ഞങ്ങളുടെ പഴയ സഭയെ ബാധിക്കുന്ന കാര്യമായിരുന്നു. അപ്പം ഇതിന് സംസാരിച്ചതിനിടയിൽ അതിൽ ഇൻവോൾവായ ദൈവദാസൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, പണ്ട് വാകത്താനത്തെ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കപ്പെട്ടത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു കാര്യം സാധിച്ചതുപോലെ കൊണ്ട് അവതരിപ്പിക്കാൻ ഇതാണ്. പ്രമുഖനായ ദൈവദാസനാണ്. ഇദ്ദേഹം അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ചപ്പോൾ ഇത് ശുദ്ധ നുണയാണെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞത് ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആ പറഞ്ഞതൊരു ഫോഷ്കാന്ന് പറഞ്ഞു. ഈ പ്രായമുള്ള ഞാൻ വേറെ അതിന് സെന്റൻസ് നീണ്ടതൊന്നും അല്ല. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആ പറഞ്ഞതൊരു ഫോഷ്കാന്ന് പറഞ്ഞു. സ്തംഭിച്ചു. ഉടൻ ചെയറിൽ നിന്ന് പറഞ്ഞു, ഞാൻ ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കും അറിയാം അബദ്ധമായി പോയി, കാരണം ഇത്രയും കട്ടിയായിട്ട് വേണ്ടായിരുന്നു. അപ്പം എനിവേ പറഞ്ഞു പോയല്ലോ. അപ്പം ഇത് പറഞ്ഞത് ശരിയല്ല, അത് വേറൊരു കാര്യം, എനിക്ക് നേരിട്ടറിയാം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അതോടൊപ്പം അവിടെ പാർലമെൻ്ററി അല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്നും കൂടെ വിലക്കി. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, പാർലമെൻ്ററി അല്ലാത്ത വാക്ക് ഉപയോഗിച്ചതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഖേദിച്ചാൽ മതിയല്ലോ, ഇരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞു. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഈ ഓരോരുത്തർ നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എന്നെ പാസ്റ്റർ KM ജോസഫ് എന്നെ കറക്റ്റ് ചെയ്തു ഒറ്റയ്ക്ക്. എന്നോ എടാ റോയി, അപ്പോൾ കാര്യം ഉണ്ണിച്ചായന്, പാസ്റ്റർ KM ജോസഫിനെ ഞാൻ നമ്മൾ വിളിക്കുന്ന ഉണ്ണിച്ചായൻ വേണ്ട, നീ പറഞ്ഞത് ശരിയാ. കാര്യം ഉണ്ണിച്ചായൻ ഈ സംഭവം അറിയാം. ഉണ്ണിച്ചായൻ ആ സഭ ശുശ്രൂഷിച്ചിട്ടുള്ള. അപ്പം ഉണ്ണിച്ചായൻ എന്നോട് പറഞ്ഞു, അങ്ങനെ അല്ല പറയേണ്ടി, ആ പറഞ്ഞത് അല്പം പെശമുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു മയപ്പെടുത്തി വേണമായിരുന്നു നീ അത് പറയാൻ എന്ന് പറഞ്ഞപ്പം എനിക്ക് അത് ശരിയാ. അതുകൊണ്ട് ഞാൻ പിന്നീട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള വേദികളിൽ സംസാരിക്കുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിക്കാൻ ഇടയായി. പിന്നെ അന്നത്തെ ഏറ്റവും മറക്കാത്ത ഒരു ഓർമ്മയുണ്ട്.
ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്കിതെല്ലാം പറയാൻ പറ്റില്ലല്ലോ. അന്നത്തെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ടി ഷമോൽ സാറും മറ്റൊക്കെ ഒരു കാര്യം സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഇഞ്ചിന് വിട്ടുകൊടുക്കുകയില്ല. സാറൊക്കെ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഹാബിൽ ജിവറി സാറിന്റെ കൂടെ ഞാൻ കൗൺസിലിൽ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. എന്നാൽ ഈ മറക്കാൻ കഴിയാത്തൊരനുഭവമുണ്ട്. ഞാൻ അത് കൗൺസിലിലെ മൊത്തത്തിൽ അതങ്ങ് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പാസ്റ്റർമാരെന്ന് പറയുന്നവർ, പാസ്റ്റർ ജോർജ് വർഗീസ്, വി ടി ജോസഫ്, പി കെ ചാക്കോ, വി എം വിരുപ്പ്, ടി എസ് എബ്രഹാം ബാസ്, ഇങ്ങനെ മുണ്ടിയപ്പള്ളി ചാക്കോച്ചായൻ, ഇങ്ങനെ വലിയൊരു നിരയായി 21 ഉപദേശിമാരെന്ന് പറയുന്നവർ എല്ലാം പ്രഗത്ഭരായ ദൈവദാസന്മാരാണ്. അപ്പം ഇതിനകത്തെ ഒരു അൽമായരിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ഞാൻ, രാജു പോക്കാല, തോമസ് ഫിലിപ്പ് PYPയുടെ പ്രതിനിധിയായിട്ടാണ് ഈ കൗൺസിലിൽ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് വരെയുള്ള ഇലക്ഷനിൽ ആക്ച്വലി 30 വയസ്സിൽ താഴെയുള്ളത് ആദ്യം കയറിയത് ഞാനും പോക്കാലായ. പിന്നീട് സാംകുട്ടി ഞങ്ങളുടെയൊക്കെ ഇതിനെ ബ്രേക്ക് ചെയ്തു. അപ്പം അന്ന് ഒരു സംഭവം നടക്കുകയാണ്. തിരുവല്ല സെൻറ്ററിൽ അഡ്മിനിസ്ട്രേഷൻ ശരിയാകുന്നില്ല എന്നുള്ള ചിന്ത. തിരുവല്ല സെൻട്രൽ പാസ്റ്റർ മാറ്റണം. തിരുവല്ല സെൻട്രൽ പാസ്റ്റർ മുണ്ടിപ്പള്ളി ചാക്കോച്ചായൻ. ഇദ്ദേഹത്തെ സംസാരത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു വന്ന് ഇദ്ദേഹത്തെ റാന്നിയിലേക്ക് മാറ്റാം. അന്ന് ഈ റാന്നി വെസ്റ്റ് ഈസ്റ്റും അങ്ങനെയൊന്നുമില്ല. തിരിച്ച് റാന്നി സെൻട്രൽ പാസ്റ്റർ തിരുവല്ലയിൽ കൊണ്ടുവരിക, തിരുവല്ല സെൻട്രൽ പാസ്റ്റർ മുണ്ടിപ്പള്ളി ചാക്കോച്ചായനെ ഇവിടേക്ക് കൊണ്ടുപോകും. ഈ വിഷയം സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ അൽമായരിൽ റാന്നി ഭാഗത്തു നിന്നുള്ള ഒരാൾ, അത്രയും പറയുന്ന നല്ലത്, എഴുന്നേറ്റു ഇങ്ങനെ കൈകൂപ്പി, എൻ്റെ പൊന്നച്ഛന്മാരെ, ഞങ്ങൾക്ക് വേണ്ട, ചാക്കോച്ചായന് ഞങ്ങളുടെ സെൻറ്റർ ഭരിക്കാനുള്ള കഴിവില്ല, അങ്ങോട്ട് അയക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. സ്തംഭിച്ച ആൾക്കാർ. ഞാൻ മുമ്പേ പറഞ്ഞ അതൊരു ഫോഷ്ക എന്ന് പറഞ്ഞതിനേക്കാൾ വേറൊരു രംഗമായത്. അപ്പം പുള്ളിക്കൊണ്ട് ഇരുത്തിക്കൊണ്ടാണ്. അപ്പം ചാക്കോച്ചായൻ പയ്യെ എഴുന്നേറ്റു ഇതിനോട് പ്രതികരിക്കാൻ. ചെയർ അനുവദിച്ചില്ല. അല്പം കഴിഞ്ഞ് വീണ്ടും ചാക്കോച്ചായൻ എഴുന്നേറ്റു. അപ്പോഴും ചെയർ അനുവദിക്കുന്നില്ല. അപ്പോൾ ചാക്കോച്ചായൻ പറഞ്ഞു, ഒരു വർഷം പറഞ്ഞ ഞാൻ ആ വർഷം ഓർക്കുന്നില്ല, പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ശുശ്രൂഷിച്ച മുണ്ടിയപ്പള്ളിയിൽ ചാക്കോച്ചൻ ആവശ്യപ്പെടുന്നു, എനിക്ക് 2 മിനിറ്റ് വേണം. പ്രത്യേകം ചാക്കോച്ചായൻ്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു തൂവുന്നുണ്ട്. ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പത്രപ്രവർത്തനം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒബ്സർവേഷൻ എന്താ അടുത്ത് സംഭവിക്കാം നമുക്കറിഞ്ഞുകൂടും. അപ്പം കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹാബേൽ ജിവറി സാറാണ് ആദ്യം എഴുന്നേറ്റു. ചാക്കോച്ചായന് സംസാരിക്കാൻ സമയം ഈ ഫ്ലോർ കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്നെ പലരും അതിനോട് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് സമയം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞേച്ച് അവസാനം പറഞ്ഞു, ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഇത്ര നാളായി ശുശ്രൂഷിക്കുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് മക്കളില്ല. ഞാൻ തലമുറകൾക്ക് വേണ്ടി ഒന്നും കൂട്ടിവെച്ചിട്ടില്ല. എനിക്ക് കിട്ടിയത് മുഴുവൻ ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി ചെലവാക്കി. എൻ്റെ ആരോഗ്യം ഞാൻ ഈ സഭയ്ക്ക് കൊടുത്തു. ഞാനിപ്പോൾ ഈ പ്രായത്തിലായി. ഞാൻ പോകുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോട് ഞാൻ വിട പറയുന്നു. ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ ചെയ്യാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു തീർക്കുകയും ചാക്കോച്ചാൻ ഒരു ബ്രൗൺ ബാഗ്, ഉപദേശിമാരുടെ കൈ, നമ്മുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്ന ഒരു ബാഗ്, ഈ ബാഗ് എടുത്ത് മുണ്ടിൻ്റെ 2 തുമ്പും പൊക്കി, അദ്ദേഹം മടക്കി കുത്തത്തില്ല, ഇങ്ങനെ പിടിച്ച് ഒറ്റ പോക്കായിരുന്നു ഈ ഹോളിൽ നിന്ന്. സാംകുട്ടി ഒരു മരണവീടിൻ്റെ പ്രതീതി. അത്രയും പ്രായമുള്ള മനുഷ്യനാണ്. സ്തംഭിച്ചിരിക്കുക. ഒരു മനുഷ്യൻ, പാസ്റ്റർമാർ സ്തംഭിച്ചിരിക്കുന്നു, എല്ലാവരും സ്തംഭിച്ചിരിക്കുക. കാര്യം ആരും ഇത് ഇത്രയും കടുത്ത ഒരു കാര്യം ചാക്കോച്ചായൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാര്യം അദ്ദേഹത്തെ അത്രമാത്രം ഹർട്ട് ചെയ്തു. അത് മാത്രമല്ല, സംസാരിക്കാൻ ഒരു മിനിറ്റ് ചോദിച്ചിട്ട് കൊടുക്കുന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഉച്ച സമയമാകുക, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ സംഭവം നടക്കും. ഇത് കഴിഞ്ഞപ്പോൾ
ആരും ഒന്നും മിണ്ടുന്നില്ല. ചെയർ ചെയ്തിരുന്ന ആൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സെക്രട്ടറിയാണ് പാസ്റ്റർ TS എബ്രഹാം. അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ കാര്യങ്ങളിൽ ഒരു പങ്കുമില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ് ഹാബെൽ ജിബറി സാർ എഴുന്നേറ്റു. എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സർക്കാസ്റ്റിക്കായിട്ടാണ് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ കൗൺസിൽ ഒരു വിജയമായിരുന്നു. ഒരാളെ ആത്മാർത്ഥതയോടെ IPC ശുശ്രൂഷ ഒരു ദൈവദാസനെ നമ്മൾ പറഞ്ഞു വിട്ടു, അതൊരു വിജയമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്നു, പ്രാർത്ഥിച്ച് അവസാനിച്ചു. ഭക്ഷണം കഴിക്കാൻ പോവുക. അപ്പം നമ്മുടെ ഹെബ്രോൻപുരത്ത് വാതിക്കൽ KSRTCയുടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ചാക്കോച്ചായൻ മിന്നൽ വേഗതയിൽ അവിടെ എത്തിക്കഴിഞ്ഞു. വണ്ടി വന്നിരുന്നേ പോയേനെ. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. പാസ്റ്റർ KCയോടും വേറെ ആരാ കൂടെ പോയെന്ന് എനിക്കത് ഇവർ പുറകെ ഓടിച്ചെന്ന് ചാക്കോച്ചാനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങോട്ട് പോവുക എന്ന് ചോദിച്ച് അപ്പം അദ്ദേഹത്തിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിവേ തിരിച്ചു കൊണ്ടുവന്നു. ഈ ആദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ പുള്ളിയെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് സന്തോഷത്തോടെ കൗൺസിൽ കൂടി. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സംഭവം മറക്കരുത്. ഇത് അധികം ഇപ്പം ആ കൗൺസിലിൽ ജീവിച്ചിരിക്കുന്നവരെന്ന് പറയുന്നത് പാസ്റ്റർ KC ജോണും രാജു പൂവക്കാലായും ഞാനും തോമസ് ഫിലിപ്പും ഒക്കെ അല്ലാതെ വേറെ ആരെങ്കിലും ജീവിച്ചിരിപ്പണോ എന്ന് സംശയമുണ്ട്. സഹോദരന്മാരിൽ പോലും. കാരണം അന്നത്തെ ആത്മായ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രായമുള്ളവരാണ്. അപ്പം പ്രായം കുറഞ്ഞ സഹോദരന്മാർ ഞങ്ങൾ 3 ആയിരുന്നു. ഞങ്ങൾ 3 സ്റ്റിൽ ജീവിച്ചിരിക്കുന്നു. പാസ്റ്റർമാരുടെ കൂടെ എനിക്ക് തോന്നുന്നു ബേബിച്ചാൻ പാസ്റ്റർ KC ജോണും ഒക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. ഇതാണ് കൗൺസിൽ കാലഘട്ടം. പക്ഷെ അന്നത്തെ കൗൺസിലൊക്കെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം കൊണ്ടുവരുമ്പം അന്നും കൗൺസിലിൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് ഈ എടുത്തു വെക്കത്തുള്ളൂ. പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും അവരവർക്ക് താല്പര്യമുള്ളതായിരിക്കും അജണ്ടയിൽ വരുന്നത്. പക്ഷെങ്കിൽ അന്നൊക്കെ ഇപ്പോഴത്തേനേക്കാൾ കുറച്ചുകൂടെ ഈ കൗൺസിൽ പക്വതയോടെ സംസാരിക്കുമായിരുന്നു. കാര്യം ഒന്നാമതെ 41 പേരേ ഉള്ളൂ. അപ്പം 41 പേരാകുമ്പം കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ എല്ലാവരും പരസ്പരം അറിയാവുന്നവരും റെസ്പെക്ട് ചെയ്യുന്നവരും പിന്നെ സീനിയേഴ്സുമാണ് കൂടുതലും. അല്ലാതെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആരുമില്ല. ഇപ്പോഴൊക്കെ അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഞാൻ ദീർഘനാളുകൾ IPC സ്റ്റേറ്റ് കൗൺസിലുണ്ടായിരുന്നു. ഒരു ടൈം ഞാൻ ജനറൽ കൗൺസിലുണ്ടായിരുന്നു. പിന്നെ ഈ 2 കൗൺസിലും കൂടെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് സ്റ്റേറ്റ് കൗൺസിൽ മാത്രമായത്. അപ്പം അവസാനം ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം വന്നപ്പോൾ ഞാനതിനെ ശക്തമായി എതിർത്തയാണ്. കാരണം ഈ കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനകത്തൊരു അർത്ഥമില്ല. ഇത് ഒരു തരത്തിലും സഭയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഈ കോൺസ്റ്റിറ്റ്യുവൻസി അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കാൻ തുടങ്ങിയതോടെ ഒരു ലോക്കലിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് വരുന്ന ആളെന്ന് പറയുന്നത് ആ ഒരു മണ്ഡലത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളോ അല്ലെ ഒരു പ്രാധാന്യമില്ലാത്ത ഒരാൾ, സഭയെ കുറിച്ചൊരു ചരിത്രമോ അതിൻ്റെ എന്തെങ്കിലും നടത്തിപ്പുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ കൗൺസിലിലേക്ക് വരികയാണ്. ഈ വരുന്നവർക്ക് ഇവിടെയുള്ള സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ സിസ്റ്റത്തെയോ ഒന്നും അറിയത്തില്ല. അങ്ങനെ വരുന്ന ആളുകൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചാവി വെച്ച് വിടുന്നത് കാര്യം പറയുക എന്നുള്ളതല്ലാതെ അപ്പോൾ ഈ സഭയുടെ കൗൺസിലുകളിലേക്ക് ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം അതൊക്കെ ഈ സഭയുടെ ഒരു തകർച്ചയുടെ ചില ഒരു നിലവാര തകർച്ചയുടെ കാരണമായി മാറി. എനിവേ സഭാ കൗൺസിലൊക്കെ ഇരുന്ന ആ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് വിലയിരുത്തിയാൽ എന്ത് തോന്നുന്നു? എന്താണ് പറയാനുള്ളത്? IPCയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പാസ്റ്റർ സാംകുട്ടി ആരും അല്ലെങ്കിൽ അത്രമാത്രം അന്ധമായ പക്ഷം പിടിക്കുന്നവരൊഴികെ ഇപ്പം അന്ധമായ വിരോധം വെച്ച് പുലർത്തുന്നവർ 2 സൈഡിലുമാണ്. ഇപ്പം നമ്മൾ 2 സൈഡ് എന്ന് പറയുന്നത് നല്ലത്, അത് കൂടുതൽ കാണും. പക്ഷേ 2 സൈഡ് അതിൽ അന്ധമായ നിലപാടെടുത്തിരിക്കുന്നവരൊഴികെ ഞാൻ മനസ്സിലാക്കുന്നു ദൈവദാസന്മാർ വിശ്വാസികൾ ദുഃഖിതരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ ദുഃഖിതരാണ്.
IPC പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും IPC എന്നാണ് ആളുകൾ ഒരുപാട് പേര് അറിയുന്നത് ഔട്ട്സൈഡിൽ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇന്ത്യ എന്നുള്ളത് കൊണ്ടോട് ആയിരിക്കാം ആ പേരിന് അത്രയും. പൊതുവില് ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അതിൻ്റെതായ കുറെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ അൽമായർക്ക് ഇതിനകത്ത് വലിയൊരു റോളുണ്ടായിരുന്നു. മറ്റ് പല പ്രസ്ഥാനങ്ങളും വിദേശ മിഷണറിമാരുടെ അല്ലെങ്കിൽ വിദേശ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഒരു അധികാര ശ്രേണിയല്ല ഇവിടെ IPCക്കുള്ളത്. ഇവിടെ തദ്ദേശീയമായിട്ടുള്ള നിലയിൽ വളർന്നു വന്നു. പല നിലകളിൽ അങ്ങനെ ഒരു പ്രത്യേകത IPCക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ IPCക്ക് അതിൻ്റെതായ പ്രത്യേകതയും ജനങ്ങൾക്ക് കുറെ കൂടെ വിസിബിലിറ്റി ഉള്ള ഒരു സഭയായി മാറി IPC. അത് മാത്രമല്ല സാംകുട്ടി, എന്നോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇതായത് IPCയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നവർ, അവർക്ക് പ്രധാനമായും ഉണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ വന്നത് ബ്രദറൻ പശ്ചാത്തലത്തെയാണ്. അതെ. ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ അല്ലെ വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ദൈവവചനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തൊരു സമൂഹം IPC. അതെ. ബാക്കിയുള്ളവർ വചനത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല, പക്ഷെ വചനം എന്ന് പറയുന്നതായിരുന്നു IPCയുടെ മുഖമുദ്ര. അത് പാസ്റ്റർ TG മച്ചനെ പോലുള്ളവർ, പാസ്റ്റർ K. എബ്രഹാം ആയാലും പാസ്റ്റർ TG മച്ചനായാലും പാസ്റ്റർ PM ഫിലിപ്പ് ആയാലും, നമ്മളിങ്ങനെ കൊണ്ട് ഏത് പാസ്റ്റർമാരെ എടുത്താലും ഇവർക്കെല്ലാം വചനമായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയും. അപ്പോൾ ആ നിലയിൽ ദൈവവചനം വളരെ ഭംഗിയായി പഠിപ്പിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹം എന്നുള്ളൊരു പേര് IPCക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് വചനവും ഇല്ല, ഭരണഘടനയില്ല. കാരണം ഏത് ഭരണഘടനയാണ് ശരിയെന്നുള്ളത് നമ്മുടെ തർക്ക വിഷയം. 22 2002 എന്നുള്ളത് തർക്ക വിഷയം. ബൈബിൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനും നമുക്ക് മനസ്സില്ല. ബൈബിൾ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു ലെവലിലോട്ട് ഈ സഭ പോകത്തില്ലായിരുന്നു. ഞാൻ ദുഃഖിതനാണ്. എന്നാൽ എനിക്ക് ഈ രണ്ട് ഭാഗത്തും നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത നിലപാടിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് എല്ലാവരോടും തന്നെ എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. എനിക്ക് എൻ്റെതായ നിലപാടുണ്ട് തന്നെ. തെറ്റ് കണ്ടപ്പോൾ തെറ്റായ വിഷയങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഞാൻ ഭയപ്പെട്ടിട്ടുമില്ല. എന്നാൽ എല്ലാം പബ്ലിക്കിൽ പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ ഇപ്പോഴത്തെ പോക്കിൽ എങ്ങനെയോ ചില ദൈവദാസന്മാരൊക്കെ ചിന്തിച്ചു, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇടപെട്ടാൽ ഇതിന് ശാന്തത വരും. അല്ല, എൻ്റെയും ചിന്ത അതായിരുന്നു. കാരണം ഞങ്ങൾ റോയ് വാഗ്ദാനത്തെ പോലെയുള്ള ആളുകൾ, അതായത് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രണ്ട് ഭാഗവുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ആളുകൾ വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നവരോ ഒരു നിലപാടും ഇല്ലാത്തവരോ, അല്ലെങ്കിൽ ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ ആളായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളത്. എന്നാൽ കൃത്യമായ നിലപാട് പറയുകയും എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രവുമല്ല, സഭയുടെ ചരിത്രം അറിയാം, സഭയുമായിട്ട് ബന്ധപ്പെട്ട മുൻപ് കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭിന്നതകളെക്കുറിച്ചൊക്കെ അറിവുണ്ട്, അല്ലെങ്കിൽ ഈ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നമെന്നറിയാം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ വളരെ കുറവായി. അത് അമേരിക്കയിലുമില്ല, അല്ലെങ്കിൽ കേരളത്തിലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ, റോയ് വാഗ്ദാനത്തെ പോലൊരാൾ ഇതിനകത്ത് ഈ വിഷയങ്ങളിൽ ഇടപെട്ടാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സാധാരണക്കാരായ ആളുകൾക്ക്, എന്നെ പോലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാറൊക്കെ ഇതിനകത്ത് ഇടപെടണമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞത്. ഇടപെട്ടു അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന ഒരു ഒന്നാം റൗണ്ട് അല്ലെങ്കിൽ പ്രാഥമികമായ ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. എനിക്ക് പരിചയം പോലും ഇല്ലാത്ത, ഞാൻ അവർ ദൈവശബ്ദമെന്നോ ചിലരെന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ അവർ പറഞ്ഞത് പല പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, സാധാരണ നമ്മുടെ സംസാരത്തിൽ വരുന്ന ഒരു പരിചയമില്ലാത്ത ചില ദൈവദാസന്മാർ വാട്സാപ്പിലൂടെ നമ്പറിലൂടെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാനിപ്പോൾ ഈ കൺവെൻഷൻ വന്നപ്പോഴാണ് അതിൽ 1-2 പേരെ ഞാൻ കാണുന്നത്. അവർ പറയുന്ന ഇതാണ്, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവദാസനെ വിളിക്കണമെന്ന് എനിക്ക് പ്രേരണ ഉണ്ടായി. ഇപ്പോഴത്തെ സഭാ വിഷയത്തിൽ ദൈവദാസൻ ഇടപെട്ടാൽ ഇത് വരും. എനിക്കിത് കേൾക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മളെന്നാ ചെയ്യാനായിട്ടാണ്, എന്തോ സാധിക്കുമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നിലധികം ആൾക്കാരെന്നെ വിളിച്ചു പറഞ്ഞു,
പിന്നെ അവിടെ ഇവിടെ ഇപ്പം പാസ്റ്റർ സാംകുട്ടി പറഞ്ഞതുപോലെ കാഷ്വൽ ടോക്കിലും ചിലർ പറഞ്ഞ് നിശ്ചയമായും എനിക്ക് 2 സൈഡിലും നല്ല ബന്ധം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, അത് നിശ്ചയമായിട്ടുമാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതും ജനം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. ഞാൻ പാസ്റ്റർ വത്സൻ എബ്രഹാമുമായിട്ട് അടുത്തിടപെടുന്നുണ്ട്, അദ്ദേഹമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാനൊരു ഇത് വെച്ചോളൂ, ചിലപ്പം ടെക്സ്റ്റ് ചെയ്തു അല്ലെങ്കിൽ വിളിക്കും. അപ്പോൾ ഇങ്ങനെ വിളിച്ച് അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ കാര്യം ഞാൻ പറയാം. അദ്ദേഹവുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ അദ്ദേഹം സ്ട്രോങ് ആയി നിൽക്കുക. പാസ്റ്റർ വത്സൻ എബ്രഹാം 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് 22 കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ വിഷയം കൊടുത്തിരിക്കുന്ന കേസുകൾ വിഡ്രോ ചെയ്യും. ഞാൻ ഈ 2 വിഷയങ്ങളുമായിട്ട് അങ്ങേ സൈഡിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പോയില്ല. പോകാത്തതിന് കാരണമുണ്ട്. ഈ 2ഉം അപ്പുറത്തെ സൈഡിൽ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. കാര്യം അവർ ഒരു കാരണവശാലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല, അത് നിൽക്കുക. കേസ് വിഡ്രോ ചെയ്യാൻ അവർ തയ്യാറുമല്ല. കാരണം കേസ് വിഡ്രോ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോടെ ഞാൻ ആ വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞു, കേസ് വിഡ്രോ ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം ഷിബു നെടുവേലിയോട് ഇത് തന്നെയാണ് പറഞ്ഞത്, കേസ് പിൻവലിച്ചാൽ ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാം. കേസ് പിൻവലിച്ചു, പരിഹരിക്കപ്പെട്ടില്ല, ഇത് അനുഭവമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ, പിന്നെ പാസ്റ്റർ KP കുര്യൻ്റെ പേരോട് ഇതിനകത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമുക്കെല്ലാവരും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഇതിനകത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹം ഇതിനകത്തൊരു പ്രധാന റോള് എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഞാൻ പാസ്റ്റർ KP കുര്യനെയും സമീപിച്ചു. ഞാൻ അദ്ദേഹത്തെ ടെക്സ്റ്റ് ചെയ്തു, വോയിസ് മെസ്സേജ് ഇട്ടു. വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ അദ്ദേഹം എനിക്ക് അതിന് മറുപടിയും തന്നു. മറുപടി തന്നത്, ദൈവദാസനെ, എൻ്റെ ഭാഗത്തു നിന്ന് വിഷയങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണമോ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം, ഞാൻ പൂർണ്ണ സപ്പോർട്ട് ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാനിത് പറയാൻ കാരണം വിഷയത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല. നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കേണ്ട, ഇവർ വിഷയം തീർക്കാൻ ഇന്നയാളുടെ താല്പര്യമില്ലെന്ന് പറയുന്ന എൻ്റെ കാര്യം. എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യവും ഞാനീ പറയുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത്, അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ റോയിച്ചാന് ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റത്തില്ലായിരുന്നു. ഈ വിഷയം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഇതിപ്പോൾ ഈ അടുത്ത ഇത് നടന്നിട്ട് ഇപ്പോൾ ഈ കൺവെൻഷൻ സമയത്തിന് തൊട്ട് നടന്ന കാര്യം ഞാനീ പറയുന്നു. അപ്പം ഇദ്ദേഹം എന്നോട് ഇത്രയും പറഞ്ഞിട്ടുണ്ട്, വത്സച്ചായനുമായിട്ട് കൺവെൻഷന് ശേഷം ഞാൻ കണ്ടില്ല, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊരു ശാന്തമായി ഇരുന്ന്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു സമയം കിട്ടണമോ. പക്ഷേ അവിടുത്തെ തിരക്കും പ്രോഗ്രാമും കാരണം അങ്ങനെ ഒരു സമയം കിട്ടിയില്ല. ഞാനിപ്പോഴും എനിക്കൊരു ആശംസ ഞാൻ കുമ്പനാട് കൺവെൻഷൻ സമയത്ത് പറഞ്ഞപ്പോഴും എനിക്കിപ്പോഴും ഈ വിഷയം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം ഇതിനകത്ത് വ്യക്തികളുടെ ഈഗോ അല്ലാതെ അടിസ്ഥാനപരമായി വേറെ യാതൊരു വിഷയം ഉണ്ടെന്നുള്ള ചിന്ത എനിക്കില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ അടിസ്ഥാന പ്രശ്നം എന്നാണെന്ന് ഒരു ഏകദേശ ധാരണയുണ്ട്. അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ തുടക്കം കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ബന്ധത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ആ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ബന്ധത്തിൽ ഇത് ഞാൻ നേരത്തെ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത് പബ്ലിക്കിൽ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ബന്ധത്തിൽ, കാരണം അതിന് ശേഷമാണല്ലോ ഇലക്ഷൻ നടന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം. കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ബന്ധത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 11 പേരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതിനുശേഷമാണ് നിങ്ങൾ മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ ഇത് കൂടുന്നു, അവതരിപ്പിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അവിടെ എന്തൊക്കെ നടന്നതെന്ന് പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ. ഇതിന് ശേഷമായിട്ട് ജനറൽ കൗൺസിലിൽ ഈ വിഷയം വന്നു. മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന മീറ്റിങ്ങിന് ശേഷം ജനറൽ കൗൺസിലിന് മുമ്പിൽ ഈ തീരുമാനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സായതിനുള്ള ബന്ധത്തിൽ വന്നു. അപ്പോൾ അത് കൗൺസിൽ അംഗങ്ങളുടെ അറിവിന് വേണ്ടി, ജസ്റ്റ് അറിവിന് വേണ്ടിയാണ്. കാരണം ജനറൽ ബോഡി പാസ്സാക്കി എന്നുള്ള നിലയിലാണല്ലോ അവതരിപ്പിച്ചോളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഒരു ഭാഗം കൊണ്ട് വായിച്ച ഉടൻ പാസ്റ്റർ സാം ജോർജ് ഡിസ്പ്യൂട്ട് ചെയ്തു.
അങ്ങനല്ല തീരുമാനം എന്ന് പറഞ്ഞു. ഉടൻ പാസ്റ്റർ വത്സൻ എബ്രഹാം പറഞ്ഞു അങ്ങനെയാണ് ഡിസിഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തർക്കം ഒന്ന്. അല്പം അടുത്തൊരു ക്ലോസ് വായിച്ച ഉടനെ ബ്രദർ സജി പോൾ എതിർത്തു, ഇതിങ്ങനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതൊരു വിഷയം കൂടായി. അപ്പോൾ ഈ രണ്ട് വിഷയം വന്നപ്പോൾ ജനറൽ കൗൺസിലിൽ ഈ വായന നിർത്തി. ജനറൽ കൗൺസിലിൽ വായന നിർത്തിയിട്ട് പറഞ്ഞു, വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 11 പേരുണ്ട്. ഈ 11 പേര് വീഡിയോ റിവ്യൂ ചെയ്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വേണം ഇത് രജിസ്ട്രാർക്ക് പോകാൻ എന്ന് തീരുമാനിച്ചു. ഇത് ജനറൽ കൗൺസിലിൻ്റെ ഡിസിഷനാണ്. ഞാനിത് പറഞ്ഞ സത്യമാണ്. ഞാനിത് വ്യക്തമായി എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളായി പറയും. അങ്ങനെ ജനറൽ കൗൺസിൽ തീരുമാനിച്ചു. അതോടുകൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വായന അവിടെ അവസാനിച്ചു. പിന്നീട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അന്നത്തെ കൗൺസിലിന്റെ തീരുമാനം നടപ്പായില്ല. ഇല്ല, അവിടെ 11 പേര് അടങ്ങിയ ഈ കമ്മിറ്റി ഇത് റിവ്യൂ ചെയ്തിട്ടില്ല. അവർ വീഡിയോയും റിവ്യൂ ചെയ്തിട്ടില്ല. അന്ന് ഒബ്ജക്റ്റ് ചെയ്ത സാം ജോർജ് ഇതിലെല്ലാം ഒപ്പിട്ട് കൊടുത്ത് ആ രേഖയാണ് ഈ 130ഓളം മാറ്റങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് എലൂരിലെ, ആന്ധ്രാപ്രദേശിലെ എലൂരിലെ ഓഫീസ് രജിസ്ട്രാർക്ക് പോയത്, ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. വിഷയം നമ്മുടെ തുടങ്ങിയത് അവിടെയാണ്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ചെല്ലുന്നു എന്ന അറിവ് കിട്ടിയ ഉടൻ ഒരു മുഴം മുന്നമേ കയറെറിയുന്നെന്ന് പറഞ്ഞ പോലെ ഇതവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇതിങ്ങനെ നേരത്തെ അതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പം അതൊരു സൈഡ്. പക്ഷെ എങ്കിൽ ഇതിന് ശേഷമായിട്ട് സാമൂഹ്യ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇടയിലാണ്. ഇത് എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു കാര്യം ഇത് വളരെ മോശമായ നിലയിലേക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യപ്പെട്ടു. എനിക്കിതിനകത്ത് രണ്ട് വശത്തും എനിക്കിതിനകത്ത് വിഷമമുണ്ട്. കാരണം ആ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പ്ലക്കാർഡും പിടിച്ച് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ മുമ്പിൽ പോയി വഴിയെ പോകുന്ന ആൾക്കാർക്കെല്ലാം കാണാവുന്ന നിലയിൽ ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു സൈഡ്. മറു സൈഡിൽ ചെയ്തത് ശരിയാന്നല്ല ഞാനീ പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രതികരിക്കേണ്ടതോ അല്ലെങ്കിൽ ആ വിഷയം ഹാൻഡിൽ ചെയ്യേണ്ടതോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അത്രമാത്രം ലെവലിലോട്ട് പോകരുതായിരുന്നു. ഇത് പറഞ്ഞു വരുമ്പോൾ അടിസ്ഥാനപരമായ ഒരു വിഷയം, ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അത് സ്ഥാപിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ആരംഭകരായിട്ടുള്ള ദൈവദാസന്മാർ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആദ്യം ഉണ്ടാക്കുമ്പോൾ അടിസ്ഥാനപരമായൊരു ആശയം ലോക്കൽ സഭകളുടെ സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു സഭയായിട്ടായി IPCയെ ഡെവലപ്പ് ചെയ്തു. ഈ ലോക്കൽ സഭകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപരമായി കത്തിവെച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സഭാവിരുദ്ധമോ അല്ലെങ്കിൽ സഭയുടെ പിതാക്കന്മാരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നത്. അവിടെ ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വരുമ്പോൾ ലോക്കൽ സഭയിലെ ഒരു അംഗത്തെ അല്ലെ ലോക്കൽ സഭയിലെ ഒരു പാസ്റ്റർ ജനറൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സഭയിൽ നിന്ന് എടുത്തു കളയാം. അതായത് മാർത്തോമ സഭയ്ക്ക് പുലാത്തീനിൽ നിന്ന് തിരുമേനി മെത്രോപൊലിത്ത ഒരു ഓർഡർ ഇറക്കിയാൽ അത് നടപ്പാക്കപ്പെടുന്നത് പോലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് ഇറക്കുന്ന ഒരു ഓർഡർ ഇങ്ങ് താഴെ തട്ടിൽ നടപ്പിലാകുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കുന്ന അടിസ്ഥാനപരമായ ഒരു എപ്പിസ്കോപ്പസിയിലേക്ക് സഭയെ മാറ്റുന്ന ഒരു ഭരണഘടനയാണ് പാസ്സാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എപ്പിസ്കോപ്പസിയിലേക്ക് മാറ്റുന്നു എന്നുള്ള ഒരു അത് വാക്കില്ലെന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞാൻ എപ്പിസ്കോപ്പസിയെ പോലും ഒരു പരിധി വരെ ബിബ്ലിക്കൽ എപ്പിസ്കോപ്പസിയെ ഉൾക്കൊള്ളുന്ന അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയിൽ ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ തന്നെ ഇത് ജനാധിപത്യപരമായ സംവിധാനത്തിൽ അടിസ്ഥാനപ്പെട്ടതും ലോക്കൽ സഭകളുടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു സഭ എന്നുള്ള നിലയിൽ അതിൻ്റെ ആ നമ്മുടെ ഇത് സ്ഥാപിച്ച പിതാക്കന്മാരുടെ ദർശനത്തിൽ നിന്നും മാറിപ്പോകാൻ ഒരു കാരണവശാലും പാടില്ലാത്തതാണ്.
അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇരിക്കുന്നത്. പിന്നെ അനുബന്ധമെല്ലാം ഇതിൻ്റെ പുറത്ത് വന്ന ഒത്തിരി കാര്യങ്ങളാണ്. എങ്കിലും എൻ്റെ പ്രതീക്ഷ ഇത് വളരെ ലളിതമായി തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സമ്പത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ഇവിടെ ഇല്ല. കാരണം അല്ല, ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊന്നും കുമ്പനാട്ട് 10-100 പേരിരുന്ന് ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലാതെ ലോക്കൽ സഭകളിലേക്ക് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഇത് വിഷയം എത്തിയിട്ടില്ല. ഒരു ലോക്കൽ സഭയെയും കുമ്പനാട്ടെ വിഷയങ്ങൾ ബാധിച്ചിട്ടില്ല. എന്നാൽ ഇത് ബാധിക്കാനുള്ള ആ പടിവാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്, ബാധിക്കാൻ പോവുകയാണ്. അതായത് സഭാ ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ലോക്കൽ സഭകളെ ബാധിക്കാൻ തുടങ്ങും. ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് സഭ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുൻപ് എന്ത് ചെയ്യേണ്ടി വരും, ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യപ്പെടേണ്ടതുണ്ട്. എനിവേ അങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടട്ടെ. അതിന് റോയ് വാഗ്ദാനത്തെ പോലെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ആ നിലയിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. സാംകുട്ടി ഇപ്പം പറഞ്ഞതില്ലേ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യം എന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതെ, അത് പണ്ടത്തെ ഈ സഭയുടെ അടിത്തറ അതിലാണ്. ഈ സഭ വളർന്നത് അതുകൊണ്ടാണ്. ആ പാവപ്പെട്ട ജനങ്ങൾ, അൽമായർ, സാധാരണക്കാർ, അവരുടെ പണവും അവരുടെ അധ്വാനവും അവരുടെ വേർപ്പും അവരുടെ ചോരയും നീരുമാണ് ഓരോ ലോക്കൽ സഭയും ഇന്ന് കാണുന്നത് പോലെ വളർന്നു വരാൻ കാരണമായത്. അതിനെ ഒറ്റയടിക്ക് കേന്ദ്രത്തിലിരിക്കുന്ന അവിടുന്ന് കിടക്കുന്ന ഒരു ഇൻഡാസ് കൊണ്ട്, ഒരു ഉത്തരവ് കൊണ്ട് അട്ടിമറിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഭരണഘടന വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ സഭയുടെ സ്ട്രക്ചറിനെ നശിപ്പിക്കും. ആണ്. പക്ഷേ അത് അപ്പോൾ തന്നെ സാംകുട്ടി പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാം, അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിലപാട്, എൻ്റെ ടേം കഴിയുമ്പം പിന്നെ വരുന്ന ആൾക്കാർ വേറെയല്ലേ, ഇതിന് ശേഷം ഞാനല്ലോ. ഇദ്ദേഹം വളരെ നല്ല കഴിവുള്ള, ഞാൻ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടെ ഈ നമ്മൾ സംഭാഷണത്തിൽ പറയാനുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു രണ്ടാം നിര ലീഡേഴ്സ്, തുടക്കക്കാർ കഴിഞ്ഞിട്ടുള്ള രണ്ടാം നിര ലീഡേഴ്സിൻ്റെ കൂടെ ഭരണത്തിൽ അല്ലെങ്കിൽ ഭരണസമിതിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അവരുടെ ഒരു ജനറേഷൻ കഴിഞ്ഞു, പുതിയ ജനറേഷൻ അധികാരമെടുത്തു. അതായത് TS എബ്രഹാമിന് ശേഷം പാസ്റ്റർ വത്സൻ എബ്രഹാമും പാസ്റ്റർ KC ജോണും ഉൾപ്പെടുന്ന ഒരു പുതിയ തലമുറ മുന്നോട്ട് വന്നു. ആ കൂട്ടത്തിലേക്കാണ് സാം ജോർജിനെ പോലെയുള്ളവരും കൂടെ വന്നു. അപ്പം നോക്കിയേ, പാസ്റ്റർ വത്സൻ എബ്രഹാം എന്ന് പറയുന്നത് ഈ പൈതൃകമുള്ള K. എബ്രഹാമിൻ്റെ പൈതൃകം ഉള്ള പാസ്റ്റർ വത്സൻ എബ്രഹാം. ഉന്നതമായ നിലയിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്, വിദേശത്ത് അദ്ദേഹം താമസിക്കുന്നു. ആ നിലയിലുള്ള എല്ലാ ഒരു ലോകത്തിലെ ക്രൈസ്തവ സഭയുടെ വളർച്ച സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള മിഷൻ അണ്ടർസ്റ്റാൻഡിങ് എല്ലാമുള്ള ഒരു ലീഡറായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. ആ നിലയിലുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഈ സ്ട്രാറ്റജി അറിയാം, സ്റ്റാറ്റിക്സ് അറിയാം, നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും നന്നായിട്ട് നടത്താനും ഒക്കെ ഉള്ള കഴിവ് അദ്ദേഹം സ്വന്തം സ്ഥാപനങ്ങൾ വളർത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ KC ജോണാണ്. പാസ്റ്റർ KC ജോണും ഒന്നാം തലമുറയുടെ പുള്ളി വിശ്വാസത്തിലേക്ക് മറ്റു സമുദായത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും ഒരു രണ്ടാം തലമുറയിലെ അല്ലെ മൂന്നാം തലമുറയിലെ ശക്തനായ ലീഡറായിരുന്നു പാസ്റ്റർ KC ജോൺ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഈ IPCയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അസാധാരണമായ കഴിവും ഭീഷണശാലിയുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് പാസ്റ്റർ KC ജോൺ. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം ഉണ്ട്. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു ലീഡറായിട്ടും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും നല്ല വിദ്യാഭ്യാസവും വിദേശ വിദ്യാഭ്യാസവും എല്ലാമുള്ള കഴിവുള്ള, എന്നുവെച്ചാൽ ഒന്നാം തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു പുതിയ ജനറേഷൻ മുന്നോട്ട് വന്നു. സാം ജോർജ് ഇവരുടെ കാലഘട്ടത്തിൽ ഒന്നിച്ചു വന്ന ഒരു ലീഡറാണ്. സാം ജോർജിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹവും അമേരിക്കയിൽ ഗംഭീരമായി തൻ്റെ സ്ഥാപനം വളർത്തിയെടുത്ത മാനേജ്മെൻറ്റ് കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. വിൽസൺ ജോസഫിനെ എടുത്തേ, അദ്ദേഹം സെക്കൻഡ് ജനറേഷൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നയാൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നന്നായി വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഴിവുള്ള ഒരാൾ. ഇങ്ങനെ പലരെന്ത് ചെയ്തു, ഒന്നിച്ചു വന്നു.
അപ്പം സഭയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വളർച്ചയുടെ ഒരു തലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവർ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അവരുടെ കഴിവുകൾ ഒന്നിച്ച് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, ഈ എക്സിക്യൂട്ടീവ് ഒന്നിച്ചിരുന്ന് കൂട്ടായ്മ ആചരിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ആലോചന നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സഭയുടെ അവസ്ഥ എവിടെ എത്തിയത്? സാംകുട്ടി ഇപ്പം ഈ പറഞ്ഞ ഈ പേരെടുത്ത് പറഞ്ഞ ആള് പാസ്റ്റർ വത്സൻ എബ്രഹാം, പാസ്റ്റർ വിൽസൺ ജോസഫ്, പാസ്റ്റർ സാം ജോർജ്, പാസ്റ്റർ കെ സി ജോൺ. ഇതിലെ IPC പാരമ്പര്യം പറയാനില്ലാത്ത ആള് പാസ്റ്റർ കെ സി ജോൺ മാത്രമേ. പക്ഷെ പാസ്റ്റർ കെ സി ജോണിൻ്റെ കഴിവും പാസ്റ്റർ കെ സി ജോണിന് ഈ പെന്തക്കോസ്ത് സമൂഹത്തുള്ള ഇൻഫ്ലുവൻസും വളരെ വളരെ വലുതാണ്. പുതിയ ആശയങ്ങളോടുള്ള ബന്ധത്തിലും വൈഡായിട്ട് വായിച്ച് ഉള്ള അറിവും മൊത്തത്തിൽ പാസ്റ്റർ കെ സി ജോൺ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, നമുക്ക് തന്നെ അറിയാം. എന്നെപ്പോലെ ഇപ്പം എൻ്റെ ചിന്ത, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സുവർണകാലം എന്ന് പറയാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ചു വന്നവരെ കഴിവുള്ളവർ, അല്ലാതെ കഴിവ് മാത്രമല്ല പാസ്റ്റർ സാംകുട്ടി, പണം, പാസ്റ്റർ വത്സൻ എബ്രഹാം, വിൽസൺ ജോസഫ്, സാം ജോർജ്. ഇതിൽ പാസ്റ്റർ കെ സി ജോണിനെ ഉള്ളൂ സാമ്പത്തികമായി ഈ 3 പേരേക്കാൾ സാമ്പത്തികമായ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ. ഇവർ 3 പേര് വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർ 4 പേര് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഏത് ലെവലിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയും? ഇവർക്ക് ഒരു ദർശനവും ഈ സഭയെക്കുറിച്ച് ഇല്ലാതെ പോയി. ഇവരാണ് ഇത് നശിപ്പിച്ചത്. അപ്പം വേറൊരു ഇത് കൂടെ, നമ്മൾ ഈ IPCയുടെ തകർച്ച ഇപ്പോൾ ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അല്ല, ഈ സഭയെ ആവശ്യമില്ലാതെ ഛിന്ന ഭിന്നമാക്കി. IPCക്ക് 150 സെൻറ്റർ ഉണ്ടെന്ന് പറയാൻ നാണമില്ലേ? എന്തോ ഉണ്ടായിട്ട് ഈ പറയുന്നത്, എവിടുത്തെ വെച്ചോണ്ട ഈ സെൻറ്ററിൻ്റെ കണക്ക് പറയുന്നത്? എന്നിട്ട് പറയുകയാണ് മർത്തോമ സഭയേക്കാൾ കൂടുതൽ പിന്നെ ലോക്കൽ യൂണിറ്റുകൾ ഞങ്ങൾക്കുണ്ടെന്ന് പറയാൻ ഈ IPC കുറേ വർഷങ്ങളായി നമ്പറിൽ പ്രശംസിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്ര സഭയുണ്ട്. പാസ്റ്റർ ജേക്കബ് ജോൺ പറഞ്ഞു 10,000 ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണേ 1 വർഷം കഴിയുമ്പോൾ പാസ്റ്റർ ജേക്കബ് ജോൺ തന്നെ പറയും ഞങ്ങൾക്ക് 12,000 സഭയുണ്ടെന്ന് പറയും. 12,000 എവിടെയാണെന്ന് ചോദിച്ചാൽ സാറേ ഇതെല്ലാം കണക്കിൽ കറക്റ്റാണ്. ഞാനിപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ പറയും. ഈ കണക്കെല്ലാം കറക്റ്റാണ്, ഇവർ പറയുന്ന നമ്പറെല്ലാം ഉണ്ട്. കാരണം അത്രയും പാസ്റ്റേഴ്സ് നമുക്കുണ്ട്, ആ ലിസ്റ്റ് നമുക്കുണ്ട്. ഈ ഓരോ പാസ്റ്റർക്കും ഒരു ലോക്കൽ സഭയുണ്ട്. ഈ ലോക്കൽ സഭ എന്ന് പറയുന്നത് കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ലോക്കൽ സഭ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലായിരിക്കും നടക്കുന്നത്. 10, 20, 25, 50 പേര് അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്. ഈ കണക്കുകൾക്കകത്ത് കണക്കടിസ്ഥാനപരമായി തെറ്റായിട്ടല്ല കുഴപ്പം. കണക്കുള്ളപ്പോൾ തന്നെ ഈ കണക്കുകളെയും ഇതിനെ വെച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതകളെ ഇവരാരും ഉപയോഗപ്പെടുത്തിയില്ല. എല്ലാവർക്കും അവരവരുടെ സ്വന്തം കാര്യങ്ങൾക്കായിരുന്നു താല്പര്യം. എല്ലാവർക്കും. ഈ ഓരോ ലീഡറെ എടുത്തു നോക്കി, അവരുടെ സാമ്രാജ്യങ്ങൾ വളർത്തി, അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി. സഭയെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഇവർക്ക് തയ്യാറായില്ല. ഈ 4 ലീഡേഴ്സിൻ്റെ കാര്യം നമ്മൾ പേരെടുത്ത് പറഞ്ഞല്ലോ. ഇവർ 4 പേര് ഒന്നിച്ചൊരു 3 ദിവസവും പ്രാർത്ഥിക്കുകയോ ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യുകയോ ചെയ്തില്ലല്ലോ ഈ സഭയ്ക്ക് വേണ്ടി. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് സംവിധാനങ്ങളുണ്ടല്ലോ, അങ്ങനെ ആത്മീയമായ കണ്ണോടെ ഇതിനെ കാണാനായിട്ട്. മർത്തോമ സഭയ്ക്കുണ്ടല്ലോ, മറ്റ് സഭകൾക്കെല്ലാം ഉണ്ട്. നമുക്കതില്ലാതെ. അവിടെയാണ് അടിസ്ഥാനപരമായി ലീഡർഷിപ്പ് പരാജയപ്പെട്ടിടത്താണ് ഈ സഭ ഞാൻ മുമ്പ് പറഞ്ഞത് ഞാൻ പൂർത്തിയാക്കിയില്ല പാസ്റ്റർ സാംകുട്ടി. നമ്മൾ ഈ സെൻറ്ററുകൾ ഒത്തിരി കൂട്ടി. എന്തിനു വേണ്ടിയാണ്? നമ്മൾ കുറേ അധികാര കേന്ദ്രങ്ങളെ കൂടെ ഉണ്ടാക്കി. ഒരു സെൻറ്റർ ഡിവൈഡ് ചെയ്ത് 4 ആക്കിയപ്പം 4 പേരെ നമ്മൾ സൃഷ്ടിച്ചു, 4 അധികാരികളെ ഉണ്ടാക്കി. ഇവരുടെ അധികാരം നിലനിർത്തുക. ഇപ്പം ഈ പറയുന്ന, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നൊന്നുമില്ലെങ്കിലും, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരളത്തിലെ സെൻട്രൽ പാസ്റ്റർമാർ എന്ന് പറയുന്നവരിൽ കുറച്ച് പേരെങ്കിലും ശുശ്രൂഷകൾ പക്വതയോടെ പരിജ്ഞാനത്തോടെ പോലും ചെയ്യാൻ കഴിവുള്ളവരല്ല. അതേസമയം നല്ല ഭംഗിയായി ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ള അനേക സെൻട്രൽ പാസ്റ്റർമാരുണ്ട്. അവരെ ഞാൻ ഒഴിവാക്കിക്കൊണ്ടല്ല പറയാം. ഇതുപോലും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരെയെല്ലാം പിടിച്ച് സെൻട്രൽ പാസ്റ്റർമാരാക്കിയിട്ട് ഞാൻ സെൻട്രൽ പാസ്റ്ററാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ബാഗും തൂക്കി നടക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് ഇതിനെ കൊണ്ടുപോയി കുറേ വർഷങ്ങൾക്ക് മുമ്പേ കുറേ വോട്ട് ബാങ്കുകളെ സൃഷ്ടിച്ച ഇതല്ല. ചില ആളുകൾക്ക് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ ഈ കസേര ഉറപ്പിക്കാൻ വേണ്ടി ചിലരെ അധികാരികളാക്കി. ഈ അധികാരികളായവരുടെ ലോയൽറ്റി എപ്പോഴും ഇവർക്ക് കിട്ടും എന്ന് വിചാരിച്ചു. അപ്പോൾ അവരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ളതായ, അപ്പം ഇവർക്ക് ഈ ക്യാപ്പ് വെച്ചു കൊടുത്ത ആൾക്കാരോട് ഇവർക്കൊരു വിധേയത്വം.
അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഇങ്ങനെ വന്ന് ഇതൊരു കുറേ അധികാര കേന്ദ്രങ്ങൾ, ഈ IPC എന്ന് പറയുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട സെൻറ്ററുകൾ, അതിൻ്റെ പുറത്ത് വേറൊരു സാധനത്തെ കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലുമല്ല, സോണോ റീജിയൻ സോണൽ ഇത് എവിടുന്ന് കിട്ടിയതാ? അത് വേറൊരെണ്ണം. അത് ഇങ്ങനെ ഓരോരോ വകുപ്പുണ്ടാക്കിയത്. ഈ ഉണ്ടാക്കിയതൊന്നും സഭയുടെ പുരോഗതിക്കുള്ള കാര്യമല്ല, സഭയുടെ വളർച്ചയ്ക്കുള്ള കാര്യമല്ല. ഇവർ പറയുന്നത് ഇപ്പോഴും പിന്നെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്ര സെൻറ്റർ ഉണ്ടാക്കിയത്. എനിക്കിതിനോട് യോജിപ്പില്ല. ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, ഇപ്പം സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ, ദ പെന്തക്കോസ്റ്റ് മിഷൻ, ദ പെന്തക്കോസ്റ്റ് മിഷൻ തിരുവല്ല വിട്ട് കഴിഞ്ഞാൽ കോഴഞ്ചേരിയിലെത്തുമ്പോൾ ഇതിനിടയിൽ എത്ര എണ്ണമുണ്ട്? സിലോൺ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഒരു ജംഗ്ഷൻ, ഒരു ലോക്കൽ സ്ഥലം എടുത്താൽ എത്ര സഭയുണ്ട്? അപ്പോൾ ഒരു ലോക്കലിൽ, ഒരു ജംഗ്ഷനിൽ അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി IPCയുടെ 4 സഭ, ചിലപ്പോൾ 2 സെൻറ്ററും, അല്ലെ ചിലപ്പോൾ 3 സെൻറ്ററും. ഈ കെട്ടിടം ഉണ്ടാക്കുന്നു, ഒരു ഹോള്, ഒരു പാഴ്സണേജ്, ഒരു പാസ്റ്ററെ സന്ധിക്കുന്നത്, ഇതെല്ലാം വേസ്റ്റ് ഓഫ് മണിയാണെന്ന് ചിന്തിക്കുന്ന ആളാണ്. കഴിവുള്ള കുറേ ദൈവദാസന്മാരെ നിർത്തിവെച്ച് ഈ പറയപ്പെടുന്ന ഈ അനേക സഭകൾ അടച്ചു പൂട്ടണം. ഇതൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പറയുന്ന ആളില്ലാത്ത 10 പേരും 5 പേരും വെച്ചുകൊണ്ട് സഭയാണെന്നും പറഞ്ഞ് ഇതുകൊണ്ട് തമ്പേറടിക്കുന്ന ഈ പരിപാടി നിർത്തിവെച്ച് സഭകൾ, ആ ദേശത്തെ സഭകൾ ഒന്നാകുക, ദ പെന്തക്കോസ്റ്റ് മിഷനൊക്കെ പോലെ നല്ല ഒന്നാം തരമായിട്ടൊരു ചർച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി ബാക്കി സ്ഥലങ്ങൾ ഈ വിറ്റേച്ച് ആ പണം കൂടെ ഇവിടെ ചിലവാക്കി കുറേ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ സഭകൾ കുറച്ചുകൂടെ സ്ട്രെങ്തും കാര്യമൊക്കെ ഉണ്ട്. ഇത് ചുമ്മാതെ അവിടെ ഇവിടെ ഓരോ മൂലയ്ക്കിൽ ഓരോ ബോർഡ് വെച്ചേച്ച് ഇതെല്ലാം നമ്മുടെ സഭയാണ്. ഇതിന്ന് തുടങ്ങിയതല്ല സാമ്പുട്ടി. പണ്ട് പാസ്റ്റർ TS എബ്രഹാം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും, അന്ന് ശുശ്രൂഷകന്മാരുടെ മക്കളുടെ ഒരു യോഗം നടന്നു. ഞാനുണ്ട് അതിന്. അപ്പോൾ ഈ കറസ്പോണ്ടൻസ് നടത്തിയ ആൾ ഈ എല്ലാ പാസ്റ്റർമാർക്കും മീറ്റിംഗ് ഇതിൻ്റെ നോട്ടീസ് അയച്ചത് ഞാൻ. അപ്പോൾ പാസ്റ്റർ TS എബ്രഹാം എന്തൊക്കെയാണ് ബുക്കിംഗ് ചെയ്തത്? നമ്മുടെ ഓഫീസിലിരിക്കുന്നത്, അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലല്ലോ, ഒരു ബുക്കിംഗ് ചെയ്തത്. ഈ ബുക്കിലാണ് ഉപദേശിമാരുടെ എല്ലാം വിവരങ്ങളുള്ള ബുക്കാണ്. ഞാൻ ആ ബുക്കും കൊണ്ട് വന്നിരുന്ന് കവറിൽ ഇവരുടെ എല്ലാ അഡ്രസ്സ് എഴുതി വിടുക. ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഒരു പേരേ ഉള്ളൂ. അവിടെ സഭയുണ്ടെന്ന് പറയുക, അല്ലാതെ ഈ പറയുന്ന ആളിന് നോട്ടീസ് അയക്കത്തക്കുള്ള അഡ്രസ്സോ കാര്യങ്ങളോ പോലും അന്ന് പോലും നമുക്കില്ല. അങ്ങനത്തെ പോരായ്മ നമുക്ക് ഒത്തിരി ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴും ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ വളരേണ്ട നിലയിൽ എത്തിയാഞ്ഞത് വലിയ ദുഃഖകരമാണ്. കാരണം ഫൈനാൻഷ്യലി, എഡ്യൂക്കേഷണലി, വിദേശത്ത് പോയിട്ടുള്ള ഈ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും പോയിരിക്കുന്ന പെന്തക്കോസ്തുകാരെ എടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് IPCക്കാരാണ്, മറ്റൊരു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഈ വിദേശത്തെ സഭകളിലേക്ക് വരാം, അത് നമ്മുടെ അടുത്ത എപ്പിസോഡിലാകട്ടെ. അടിസ്ഥാനപരമായി ഞാൻ ചോദിക്കട്ടെ, സഭയ്ക്ക് IPCയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊരു ശുഭാപ്തി വിശ്വാസമുണ്ടോ? IPCയുടെ പരിഹരിക്കപ്പെടുമെന്ന എൻ്റെ ശുഭാപ്തി വിശ്വാസം ഞാൻ വിട്ടിട്ടില്ല. ഇല്ല. ഞാൻ ഇതിനകത്ത് തുടർന്നും ഈ ആളുകളോട് സംസാരിച്ചുകൊണ്ട് അല്പം കൂടെ ശ്രമിക്കണമെന്നുള്ള ചിന്താഗതിയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ശുഭാപ്തി വിശ്വാസം ഞാൻ വിടാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അത്രയ്ക്കുള്ള വിഷയമില്ലെന്നുള്ളതാണ്. നമ്മൾ പെന്തക്കോസ്തുകാരെ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനം ദൈവം ഇടപെടും എന്നൊക്കെ പറയുന്ന നിലയിൽ അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ വേദനിക്കുന്നുണ്ട്. വേദന അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ. അനേകർ വേദനിക്കുന്നുണ്ട്. ഇതിനകത്ത് തീരാമേലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നിലയിൽ ദൈവാത്മാവിന് അസാധ്യമായ വല്ല കാര്യമുണ്ട്? ഈ പറയപ്പെടുന്ന കഠിന ഹൃദയങ്ങളെയൊക്കെ ഉരുക്കാൻ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ സാധ്യമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ഇതിനകത്ത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഗുരുതരമായ വിഷയമൊന്നും ഇതിനകത്തില്ലെന്നേ. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഭാഗങ്ങൾ എനിക്കിഷ്ടമാണ്. നമ്മൾ അതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞപ്പോൾ തീർത്തില്ല, അത് എന്നിട്ട് പൂർത്തിയാക്കാം. ഇത് ഇപ്പം വന്നിരിക്കുന്ന ഈ 22 കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പലതുണ്ട്, അതിലൊന്ന് ഞാൻ പറയും. വൈസ് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ജോയിൻറ്റ് സെക്രട്ടറി ആകാൻ പോകത്തില്ല. സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ ജോയിൻ്റ് ആകാനൊക്കത്തില്ല. പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ സെക്രട്ടറി ആകാനൊക്കത്തില്ല. പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. സൂപ്പറായിരിക്കുന്നു. കാരണം നമ്മുടെ ഈ പരിപാടി ഈ കസേരകളി കിസ്സാ കുർസിക്ക എന്ന് പറഞ്ഞ ഈ കളി നടക്കുകയാണ്. കാരണം ഇത് പ്രസിഡന്റ് പിന്നെ സെക്രട്ടറി, പിന്നെ പ്രസിഡന്റ് പിന്നെ സെക്രട്ടറി. ഈ പരിപാടിക്ക് വിരാമമുണ്ട്.
ഇതുപോലുള്ള നല്ല ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പാസ്റ്റർമാരുടെ ട്രാൻസ്ഫറിനുള്ള ബന്ധത്തിൽ ബിഷപ്പ് സാംകുട്ടി മുമ്പ് പറഞ്ഞ ഒരു കാര്യം വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇപ്പം ഇത് അധികം താമസിയാതെ ലോക്കലിലേക്ക് എത്താൻ പോവുക, പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ. അവിടെയാണ് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി എത്താൻ പോകും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും ആ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം. എന്നെക്കൊണ്ട് തന്നെ കഴിയുന്ന കാര്യമൊന്നുമല്ല. എന്നെപ്പോലുള്ള പലരും കാണുമല്ലോ, സമാന ചിന്താഗതിയുള്ളവർ. നമുക്ക് ശ്രമിക്കാം. യെസ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരളത്തിലും വിദേശത്തും ഒക്കെയുള്ള സഭകൾ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സഭയുടെ സ്ട്രക്ചറിനെ തന്നെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പാസ്റ്റർ റോയി വാകത്താനത്തെ പോലെയുള്ള ശക്തന്മാരായ ദൈവദാസന്മാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അവരുടെ ഇടപെടൽ സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകും, ഈ വിഷയങ്ങളിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. 1, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.